വണ്ടിപ്പെരിയാർ പോക്സോ കേസിൽ പ്രതിയായിരുന്ന അർജുൻ കട്ടപ്പന കോടതിയിൽ ഇന്ന് ഹാജരായി. വിചാരണ കോടതിയിൽ ഹാജരായി. ബോണ്ട് കെട്ടിവെക്കണമെന്ന് ഹൈക്കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നതാണ്. ബോണ്ട് കെട്ടിവെച്ച അർജുനെ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു. ശ്യാം പ്രസാദ് ഉത്തമനാണ് വിവരങ്ങളുമായി. ശ്യാം, ഇയാളെ കാണാനില്ല തുടങ്ങിയ വിവരങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നതാണ്. ഇന്ന് എങ്ങനെയായിരുന്നു നടപടികൾ? എപ്പോഴാണ് കീഴടങ്ങിയത്? 2021 ജൂൺ 30-നാണ് വണ്ടിപ്പെരിയാറിലെ എസ്റ്റേറ്റ് ലയത്തിൽ 6 വയസ്സുകാരിയെ കഴുത്തിൽ ഷാൾ കുരുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പെൺകുട്ടി പീഡനത്തിന് ഇരയായെന്ന് അന്ന് കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് പെൺകുട്ടിയുടെ അയൽവാസിയായ അർജുനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ തെളിവ് ശേഖരണത്തിലടക്കം കേസ് അന്വേഷണത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതര വീഴ്ചയാണ് ഉണ്ടായത്. 78 ദിവസം കഴിഞ്ഞാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ഈ കുറ്റപത്രത്തിന് ശേഷം വിചാരണ കോടതി അർജുനെ വെറുതെ വിടുകയായിരുന്നു. ഈ വിചാരണ കോടതി വിധിക്കെതിരെയാണ് സംസ്ഥാന സർക്കാരിന്റെ അപ്പീൽ ഹൈക്കോടതിയിൽ നൽകിയത്. നിരന്തരം ആവശ്യപ്പെട്ടിട്ടും അപ്പീലിൽ മറുപടി സത്യവാങ്മൂലം നൽകിയിരുന്നില്ല. അതോടൊപ്പം തന്നെ പ്രതി രാജ്യം വിടാൻ സാധ്യതയുണ്ടെന്നും അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കണമെന്നും സംസ്ഥാന സർക്കാർ അപേക്ഷയും കൂടി നൽകി. ഇക്കാര്യങ്ങൾ പരിഗണിച്ചാണ് കടുത്ത ഒരു നടപടിയിലേക്ക് ഹൈക്കോടതി കടന്നത്. 10 ദിവസത്തിനുള്ളിൽ ഹാജരായില്ലെങ്കിൽ ജാമ്യമില്ല അറസ്റ്റ് പുറപ്പെടുവിക്കാനായിരുന്നു ജസ്റ്റിസുമാരായ PB സുരേഷ് കുമാർ, ജോബിൻ സെബാസ്റ്റ്യൻ എന്നിവരുടെ നിർദ്ദേശം. ഇതേ തുടർന്നാണ് ഇന്ന് അർജുൻ ഹാജരായി 50,000 രൂപയുടെ ബോണ്ടും അതോടൊപ്പം തന്നെ 2 പേരുടെ ആജാമ്യവും നൽകിയിട്ടുണ്ട്. നേരിട്ട് തന്നെ ഹാജരാകണമെന്നായിരുന്നു കോടതി ആവശ്യപ്പെട്ടത്. ഈ കേസ് വീണ്ടും പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയിൽ ഇപ്പോൾ അപ്പീൽ നൽകിയിട്ടുള്ളത്. വണ്ടിപ്പെരിയാർ പോക്സോ കേസിൽ പ്രതിയായ അർജുൻ കട്ടപ്പന കോടതിയിൽ ഹാജരായി.